Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 13. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മരത്തൂണുകൾ നിറഞ്ഞ ആര്യകത്തെ നീളൻ വരാന്തയിലിരിക്കുകയായിരുന്ന ശ്രീഗൗരിയുടെ കണ്ണുകൾ പെയ്തൊഴിഞ്ഞ മഴയിലെ ഇലകൾ കണക്കെ നനഞ്ഞിരുന്നു. അവളുടെ നോട്ടം അപ്പോൾ വരാന്തയുടെ അങ്ങേറ്റത്തായിരിക്കുന്ന ആ പഴകി ദ്രവിച്ച സ്റ്റൂളിലായിരുന്നു. പെരുമഴ തോർന്നതിന്റെ ആലസ്യത്തോടെ രാത്രി വിറങ്ങലിച്ചു നിന്നു. മുറ്റത്തെ മാവിന്റെ ഇലകളിലെ മഴവെള്ളം ഇനിയും തോർന്നിട്ടില്ല. ഇടയ്ക്കിടെ വീശുന്ന തണുത്ത കാറ്റിൽ ഇലകൾ അനങ്ങുമ്പോൾ മഴത്തുള്ളികൾ മുറ്റത്തെ ചെളിവെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേൾക്കാം. വിദൂരതയിൽ എവിടെയോ നിന്നുള്ള ചീവിടുകളുടെ നേർത്ത സംഗീതത്തിനോടൊപ്പം മുറ്റത്തെ ഇരുട്ടിൽ അവിടെയും ഇവിടെയുമായി മിന്നാമിനുങ്ങുകൾ മിന്നിമറഞ്ഞു. വരാന്തയിലെ മങ്ങിയ വെളിച്ചം ആ പഴയ ചുമരുകളിൽ നിഴലുകൾ വീഴ്ത്തി. അന്തരീക്ഷത്തിലാകെ നനഞ്ഞ മണ്ണിന്റെ ഒരു പ്രത്യേക ഗന്ധം തങ്ങി നിൽക്കുന്നു. വരാന്തയിലെ പടിയിൽ തൂണിനോട് ചേർന്നിരിക്കുന്ന ഗൗരിയുടെ മുഖത്ത് ഗാഠമായ എന്തോ ഓർത്തെടുക്കുന്നതിൻ്റെയോ അനുഭവിക്കുന്നതിൻ്റെയോ ഭാവം. മഴ കഴുകി വൃത്തിയാക്കിയ പ്രകൃതി പോലെ അവൾ മനസ്സ് തുറക്കുകയായിരുന്നു. അന്നത്തെ രാത്രിയിലാണ് അമ്മമ്മ പോയത്. ഗൗരിയുടെ ശബ്ദം വളരെ പതിഞ്ഞിരുന്നു. മഴത്തുള്ളികൾ വീഴുന്ന താളത്തിനൊത്ത് ഒരു പുഴ ഒഴുകുന്നത് പോലെ. ഗൗരിയുടെ തൊട്ടടുത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്ന ജാസ്മിൻ ഗൗരിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾക്ക് മൗനമായി ആശ്വാസം പകർന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന എന്നെ വിവരമറിയിച്ചത് വിശ്വേട്ടനായിരുന്നു. അങ്ങേരുടെ പിടിപാട് കൊണ്ടാണ് അമ്മമ്മയുടെ സംസ്കാരത്തിന് പങ്കെടുക്കാൻ പോലും പറ്റിയത്. അമ്മമ്മ പോയെങ്കിലും അനന്തേട്ടൻ ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് ജയിലിലെ ഏകാന്തത സമ്മാനിച്ച ഒരുതരം കടുപ്പമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് അലിഞ്ഞു പോയിരിക്കുന്നു. മഴത്തുള്ളികൾ പോലെ സങ്കടം കണ്ണുകളിൽ ഉരുണ്ടുകൂടി. പുറത്തു വീശിയ തണുത്ത കാറ്റിനേക്കാൾ വലിയൊരു വിറയൽ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. നേർത്ത തേങ്ങലിൽ അവളുടെ ദേഹം ഒലിഞ്ഞപ്പോ ജാസ്മിൻ അവളെ ചേർത്തു പിടിച്ചു. എന്നാലും സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊന്നുകളയാനും മാത്രം ക്രൂരനായിരുന്നു വിഷ്ണുവേട്ടനെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വരാന്തയിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന ഫിഷ് ടാങ്കിലേക്ക് നോക്കിയിരുന്ന ഗൗരിയുടെ നോട്ടം മെല്ലെ ജാസ്മിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു. ആ നോട്ടത്തിൽ തന്റെ കൈപ്പിഴ കൊണ്ടാണല്ലോ ഏട്ടന്റെ ജീവനും ഇല്ലാതായത് എന്ന കടുത്ത കുറ്റബോധം നിഴലിച്ചു. അത് മനസ്സിലാക്കിയതുപോലെ ജാസ്മിൻ കൈ ഉയർത്തി അവളുടെ മുടിയിൽ തലോടി. സാരമില്ല, പോട്ടെ. അത്തരമൊരവസ്ഥയിൽ ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകും. സജീവനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചതറിഞ്ഞപ്പോ ഞങ്ങൾക്കെല്ലാം നിന്നോട് ദേഷ്യമാണ് തോന്നിയത്. അതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോഴല്ല അറിയുന്നത്. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അന്ന് അക്കാര്യം നിനക്ക് അനന്തേട്ടനോടെങ്കിലും പറയാമായിരുന്നു. കണ്ണുകൾ തുടച്ച ഗൗരി കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് വെച്ചു. എന്റെ ജീവൻ നശിച്ചാലും മറ്റാർക്കും അപകടമുണ്ടാകരുതെന്നേ ഞാനൊന്ന് കരുതിയുള്ളൂ. സജീവനും അവന്റെ അച്ഛനും ചേർന്നാണ് അച്ഛന്റെ ബിസിനസ് തകർത്തതെന്ന് അറിഞ്ഞപ്പോ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോയി. വൈശാഖിയുടെയും അനന്തേട്ടന്റെയും കാര്യം പുറത്തു പോകാതിരിക്കാൻ കരുതിക്കൂട്ടി തന്നെയാ അവന്റെ വയറ്റിലും കുത്തിയത്. എന്നിട്ടും അവൻ ചത്തില്ല. ജാസ്മിൻ സഹതാപത്തോടെ അവളെ നോക്കി. വൈശാഖിയെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും വിവരമുണ്ടോ? ജയിൽ ജീവിതം പകർന്നു നൽകിയ നിസ്സംഗത വീണ്ടും ഗൗരിയുടെ മുഖത്തെ പൊതിഞ്ഞു. ഇല്ല, എറണാകുളത്ത് വെച്ച് അനന്തേട്ടൻ ആക്രമിക്കപ്പെട്ട അന്ന് രാത്രിയിൽ കാണാതായ അവളെ പിന്നീട് ഇന്നേവരെ ആരും കണ്ടിട്ടില്ല. അന്വേഷണമൊക്കെ കുറെ നടന്നതാ, പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. ശ്രീജിത്തേട്ടനെ കാണാതായതുപോലെ അല്ലേ? അതെ. അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ അനന്തേട്ടന്റെ ശരീരം പോലും കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കണ്ണിമ പോലും ചിമ്മാതെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്ന ഗൗരിയുടെ കണ്ണുകൾക്ക് അപ്പോൾ വല്ലാത്തൊരു ചുവപ്പ് രാശി ഉണ്ടായിരുന്നു. പുറത്തു പെയ്തു തോർന്ന മഴയേക്കാൾ വലിയൊരു പേമാരി അവളുടെ ഉള്ളിൽ പെയ്യാനായി വെങ്ങി നിൽക്കുകയാണെന്ന് ജാസ്മിന് തോന്നി. വെട്ടുകൊണ്ട് അനന്തേട്ടൻ എടുത്ത് ചാടിയത് അടിയൊഴുക്കുള്ള കായലിലേക്കല്ലേ? കടലിലേക്ക് വലിവുള്ള സ്ഥലമായതുകൊണ്ട് ബോഡി കിട്ടാൻ സാധ്യതയില്ലെന്നാ അന്ന് തിരച്ചിൽ നടത്തിയ നേവിക്കാര് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ കേസ് കൊലപാതകം എന്ന രീതിയിൽ എടുത്തതും വിഷ്ണുവേട്ടനും കൂടെയുണ്ടായിരുന്നവരും ജയിലിലായതും. മതി, ഇനിയൊന്നും പറയണ്ട. ഇരിപ്പുറക്കാത്തതുപോലെ ഗൗരി അസ്വസ്ഥമായി കൈകൾ ചലിപ്പിച്ചു. ദൂരെ നിന്നുള്ള ചീവീടുകളുടെ ശബ്ദം പോലും
അവൾക്കപ്പോൾ തലവേദന ഉണ്ടാക്കുന്ന ഇരമ്പലായി മാറി. ചെവികൾ പൊത്തിയാലോ എന്ന് പോലും അവൾ ഒരു നിമിഷം ആലോചിച്ചു പോയി. തല കുടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. മഴ കുറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് പോകായിരുന്നില്ലേ? പോകാനോ? നിലത്തുനിന്നും എഴുന്നേറ്റ ജാസ്മിൻ വരാന്തയിലെ അരമതലിലേക്കിരുന്നു. നിനക്ക് കൂട്ടുകിടക്കാൻ ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ എന്നെ. ഗൗരി ചിരിച്ചു. എനിക്കിന്നൊരു കൂട്ടിന്റെ ആവശ്യമില്ല ജാസി. ജയിലിലെ കനത്ത ഇരുമ്പുഴികൾക്കുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞിരുന്ന നീണ്ട വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഇന്ന് മറ്റൊരു ഗൗരിയാണ്. എന്തു മാറിയെന്നാ നീ പറയുന്നേ? നീ ഞങ്ങളുടെ പഴയ ഗജു തന്നെയാ. ജാസ്മിൻ എഴുന്നേറ്റ് ഗൗരിയെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. നിന്റെ മക്കൾ നീയില്ലാതെ രാത്രി കിടക്കുവോ? കൊള്ളാം, രണ്ടാൾക്കും ഫൈസലിക്ക മതി. ഞാൻ അവറ്റോളെ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഇക്ക ദുബായിന്ന് പണി നിർത്തി പോന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ പിന്നെ അന്ന് തൊട്ട് നമ്മൾ ഫ്രീയാ. നീലുവിന്റെ വിശേഷം എന്തുണ്ട്? അവൾക്കിപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? അത് പിന്നെ ദേഷ്യം കാണാതിരിക്കോ? ദേവേട്ടനെ കൊണ്ട് നിന്നെ കെട്ടിക്കാനായിരുന്നില്ലേ ഓളുടെ പൂതി? ഗൗരി നിശബ്ദയായി അവളെ നോക്കി. ആള് വരണുണ്ട്, നാളെ എത്തും. പറഞ്ഞും കൊണ്ട് ജാസ്മിൻ അവളുടെ കവിളിൽ കിള്ളി. ഗൗരിയുടെ മുഖത്തപ്പോഴും നിർവികാരത നിറഞ്ഞു നിന്നു. നീലുവിനോട് ഞാൻ സംസാരിക്കാം. കാര്യങ്ങളൊക്കെ അറിയുമ്പോ അവളുടെ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറുന്നേ. അവൾക്ക് എത്ര പിള്ളേരുണ്ട്? ഒരാള്, ഒരു കുറുമ്പി, പേര് ശ്രീനില. എന്റെ അജ്മലിന്റെ അതേ പ്രായം അവൾക്കും, 5 വയസ്സ്. ആണോ? ഗൗരിയുടെ മുഖം വിടർന്നു. അവൾ വരും ഗച്ചു, നമുക്ക് പഴയതുപോലൊന്ന് കൂടണ്ടേടി. ഗൗരി തലയാട്ടി ചിരിച്ചു. വിളറിപ്പോയൊരു ചിരി. ജാസ്മിൻ അവളെ പിടിച്ച് മെല്ലെ ഒന്ന് കുലുക്കി. നീ ഒന്ന് ഉഷാറാകണേ. നാളെ നീ ഫ്രീ ആണോ ജാസ്മിൻ? എന്തേ? ജാസ്മിൻ നെറ്റി ചൊളിച്ചു. കുറച്ച് ഗപ്പീസിനെ വാങ്ങണം. കുലുങ്ങി ചിരിച്ചുകൊണ്ട് ജാസ്മിൻ തല കുലുക്കി. നാളെ കാലത്ത് തന്നെ പോവാം. തൽക്കാലം നമുക്ക് കിടക്കാനുള്ള കാര്യം നോക്കാം. ഗൗരിയെ തള്ളി അകത്താക്കിയിട്ട് ജാസ്മിൻ വാതിലടച്ചു. വെളുപ്പാൻ കാലത്ത് നിർമ്മാല്യ ദർശനവും കഴിഞ്ഞ് ശ്രീഗൗരി കൊറ്റങ്കാവ് ക്ഷേത്രത്തിന്റെ പടികളിറങ്ങി വരികയായിരുന്നു. കിഴക്കേ കുന്നിൻ മുകളിൽ സൂര്യൻ ഉദിച്ചുയരാൻ തയ്യാറെടുത്ത് നിൽപ്പുണ്ട്. മീനമാസമായിരുന്നിട്ട് പോലും ഹൈറേഞ്ചിന്റെ പ്രത്യേകതയായ വെളുപ്പിനെ പെയ്തിറങ്ങുന്ന നേർത്ത മഞ്ഞ് പ്രകൃതിയെ ഒരു വെള്ള പുതപ്പ് പോലെ പൊതിഞ്ഞു നിൽക്കുന്നു. ഗൗരിയുടെ കാലടികൾ പതിച്ച് പുൽനാമ്പുകളിൽ തങ്ങി നിന്നിരുന്ന മഞ്ഞുതുള്ളികൾ താഴേക്ക് ഊർന്നു വീഴുന്നു. മഞ്ഞ് പെയ്തിറങ്ങുന്ന ആ വഴിയിൽ അവൾ തനിച്ചായിരുന്നു. അരിച്ചിറങ്ങുന്ന തണുപ്പിനേക്കാൾ മരവിപ്പ് ഇപ്പോഴും അവളുടെ മനസ്സിനാണ്. കൊറ്റങ്കാവിലമ്മയ്ക്ക് മുന്നിൽ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു വെച്ചിട്ടും തിരികെ നടക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ ഭാരം മനസ്സിന് ഞെരുക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ കനൽ അണയ്ക്കാൻ ഈ മഞ്ഞിന്റെ തണുപ്പിനും കഴിയില്ലെന്ന തിരിച്ചറിവോടെ അവൾ നടന്നു. തലേ ദിവസത്തെ വെടിക്കെട്ടിന്റെ അവശേഷിപ്പുകൾ ചിതറിക്കിടന്നിരുന്ന അമ്പലപ്പറമ്പും കഴിഞ്ഞ് വഴിയിലേക്ക് കയറുമ്പോൾ പരിചയമുള്ളൊരു ഓട്ടോയുടെ ഹോൺ എവിടെയോ നിന്നും കേട്ടതുപോലെ അവൾക്ക് തോന്നി. ഗൗരി അറിയാതെ ഞെട്ടിത്തിരിഞ്ഞുപോയി. മൂടൽ മഞ്ഞ് തങ്ങി നിൽക്കുന്ന ശൂന്യമായ നടപ്പാത അവളിൽ വല്ലാത്തൊരു നിരാശ ജനിപ്പിച്ചു. വർഷങ്ങൾക്കപ്പുറത്തേക്ക് കുതിച്ചുപോയ മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നടന്ന അവൾ ചെന്ന് പെട്ടത് വളവ് തിരിഞ്ഞു നടന്നു വരുന്ന വിശ്വന്റെ അമ്മയുടെ മുന്നിലേക്കായിരുന്നു. മോളെ. അവളെ കണ്ട പാടെ ചിരിച്ചും കൊണ്ട് അവർ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സന്തോഷത്തോടെ അവരോട് ചേർന്ന് നിന്നപ്പോ ആ സ്നേഹത്തിന് മുന്നിൽ അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. നീ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. വിശ്വൻ ഇന്നലെ വിളിച്ചിരുന്നു. കാലത്തെ അമ്പലത്തിൽ പോയി അല്ലേ? ഗൗരി തല കുലുക്കി. നന്നായി. കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ഇനി അങ്ങോട്ട് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാവട്ടെ. മുന്നോട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്ത അവളുടെ മനസ്സ് നിസ്സംഗതയിൽ മുങ്ങിപ്പോയി. നിന്റെ ഈ നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ആരുമില്ല എന്ന വിചാരമൊന്നും വേണ്ട. ഞങ്ങളെല്ലാം ഉണ്ട് കൂടെ. ഇപ്പോ നിനക്ക് 30 31 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ജീവിതം ഇനി ഒരുപാടുണ്ട് മുന്നോട്ട്. ഇനി എന്ത് ജീവിതം വിശ്വമ്മേ? ഗൗരിയുടെ വാക്കുകൾ ഇടറി. എത്ര നാളായി മോളെ നിന്റെ ഈ വിളി കേട്ടിട്ട്. അവളുടെ കവിളിൽ ഉമ്മ വെച്ചിട്ട് ശാരദാമ്മ കണ്ണുകൾ തുടച്ചു. ദേവം വരട്ടെ, ഞാൻ പറയുന്നുണ്ട് അവനോട്. എന്ത്? ഉള്ളിലെ ആന്തൽ മറച്ചു വെക്കാൻ അവൾ ശ്രമിച്ചിട്ടും അറിയാതെ വെളിയിൽ ചാടിപ്പോയി. നിന്നെ വിവാഹം കഴിച്ചു കൂടെ കൂട്ടാൻ അവന് നിന്നെ ജീവനേക്കാളർ ഇഷ്ടമായിരുന്നു മോളെ. ജോലി കിട്ടിയിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അത്രേ ആ പൊട്ടൻ. ദേവേട്ടനിൽ നിന്നും ഒരിക്കൽ ഈ വാക്കുകൾ കേട്ടെങ്കിലും
അന്നും വൈകിപ്പോയിരുന്നല്ലോ എന്ന ചിന്തയിൽ അവളുടെ മനസ്സൊന്ന് തുടിച്ചു. ഇതൊക്കെ വൈകിയല്ലേ മോളെ ഞാൻ അറിയുന്നേ. 24 മണിക്കൂറും അവന്റെ കൂടെ നടന്നിരുന്ന എന്റെ സൽപുത്രനും ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വിശ്വമ്മേ? എന്ത് കാര്യമെന്നോ? നീ പോയോച്ചേ. നിന്റെ കാര്യത്തിലേ ഇനി എന്ത് വേണമെന്നുള്ളത് ഞങ്ങളൊക്കെ തീരുമാനിക്കും. നീ ആ സജീവനെ കിട്ടിയത് എന്തിനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ കണ്ണുകൾ വിടർത്തി ശാരദാമ്മയെ നോക്കി. നീ എന്നെ മുഖം ചുളിച്ച് നോക്കിയൊന്നും വേണ്ട. ഇങ്ങോട്ട് വരും വഴിയാ ഞാൻ ആ ജാസിയെ കണ്ടത്. അവൾ എന്നെ പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും എന്റെ കൊച്ചേ, നീ ഇത്രക്ക് പൊട്ടിയായി പോയല്ലോ. ഒരു വാക്കന്ന് വിശ്വനോടോ അനന്തനോടോ പറഞ്ഞിരുന്നേല് ഇങ്ങനെ വല്ലതൊക്കെ സംഭവിക്കുമായിരുന്നോ? ഗൗരി നിറം മങ്ങിയ ഒരു ചിരി ചിരിച്ചു. അന്നെനിക്ക് എന്തിനും ഏതിനും പേടിയായിരുന്നു വിശ്വമ്മേ. ജയിലിൽ പോയത് നന്നായെന്ന് എനിക്ക് ഇപ്പൊ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ദേ, ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ. സ്നേഹത്തോടെ അവർ കയ്യോങ്ങി. നീ ചെല്ല്, ഞാൻ തൊഴുതിട്ട് വരാം. ദേവൻ ഇന്നെത്തുമെന്നാ പറഞ്ഞ്. നാളെ വിശ്വനും വരുന്നുണ്ട്. വിശ്വമ്മേ, ദേ വേണ്ടാ തോന്നുന്നു ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അത് ഞാൻ ആലോചിക്കാം. നീ ചെല്ലടി വണ്ണേ. കളിയായി അവളുടെ തോളത്തൊന്ന് തട്ടിയിട്ട് അവർ മുന്നോട്ട് നടന്നു. അല്ല, ഇത് ആര് ഗൗരിയോ? നീ എപ്പോ ജയിലിൽ നിന്ന് വന്നടി വണ്ണേ? കരുണേട്ടന്റെ ചായക്കടയിലെ CCTV ആയ വാസുപിള്ളയുടെ ഭാര്യ കാർത്തിയായനി ചേച്ചിയായിരുന്നു അത്. അമ്പലത്തിന് നേർക്ക് നടന്നു തുടങ്ങിയ ശാരദാമ്മയും അതോടെ അവിടെ നിന്നു. അടുത്തേക്ക് വന്ന കാർത്തിയായനി താടിക്ക് കൈയും കൊടുത്ത് ഗൗരിയെ അടിമുടിയൊന്ന് നോക്കി. എന്നാലും നീ കൊള്ളാം കൊച്ചേ. ആകപ്പാട് ഇത്തിരി കൊള്ളമല്ലേ ഉള്ളൂ. പൂച്ചയെ പോലെ ഇരുന്നിട്ട് സ്വന്തം ഭർത്താവിനെ കുത്താനും മാത്രമുള്ള ധൈര്യമൊക്കെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോളാ അതും കെട്ടിയ അന്ന് തന്നെ. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യമായി ശാരദാമ്മേ. ബാക്കി ശാരദാമ്മയുടെ നേർക്കായി അവരുടെ സംസാരം. നാട്ടിലെ ആമ്പിള്ളേരൊക്കെ എന്ത് ധൈര്യത്തോടെ വിവാഹം കഴിക്കും? എന്റെ വാസുപിള്ള ചേട്ടനെ ഞാനൊരു നോട്ടം കൊണ്ടുപോലും ഇന്നേ വരെ വേദനിപ്പിച്ചിട്ടില്ല, അറിയോ? അതിന് വാസുപിള്ള കരുണന്റെ ചായക്കടയിൽ നിന്ന് വല്ലപ്പോഴും വീട്ടിലേക്കൊന്ന് വന്നാലല്ലേ കാർത്തിയായനി നിനക്ക് അങ്ങേരെ നോക്കി വേദനിപ്പിക്കാൻ പറ്റൂ? ഞാൻ എന്നാ ചെല്ലട്ടെ ചേച്ചി, തൊഴുതിട്ട് വരാം. ഇഷ്ടക്കേടോടെ ഗൗരി ഒന്ന് നോക്കിയിട്ട് ധൃതി പിടിച്ച് കാർത്തിയായനി അവരെ കടന്ന് മുന്നോട്ട് നടന്നു. ഓരോ വിഷവിത്തുകള്. അവര് പോകുന്നത് നോക്കി ശാരദാമ്മ പല്ല് കടിച്ചു. ഇനി ഇതുപോലെ പലരും ഉണ്ടാകും കുറ്റപ്പെടുത്താൻ. അതൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കരുത് നീയും, കേട്ടല്ലോ? ആ എന്നാ ചെല്ല്. അവളെ പറഞ്ഞു വിട്ടിട്ട് ശാരദാമ്മയും അമ്പലത്തിന് നേർക്ക് നടന്നു. ആര്യകത്തെ ഗേറ്റ് കിടക്കുമ്പോ ശ്രീഗൗരിയുടെ നോട്ടം പോയത് കാവിന് നേർക്കായിരുന്നു. 6 വർഷങ്ങൾക്കപ്പുറം പകൽ വെളിച്ചത്തിൽ കണ്ട കാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവളെ വേദനിപ്പിച്ചു. വർഷങ്ങളുടെ അവഗണന ഏറ്റുവാങ്ങി നിശബ്ദമായി ഉറങ്ങുന്ന കാവിനെ ആര്യകത്തെ പറമ്പിൽ നിന്നും വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന മുള്ളുവേലിയുടെ അരികിലേക്ക് അവൾ മെല്ലെ നടന്നെടുത്തു. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ മടിക്കുന്നത് പോലെ വള്ളിപ്പടർപ്പുകൾ അവിടെ ആകെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. കാലങ്ങളായ മനുഷ്യസ്പർശം ഏൽക്കാത്തതിന്റെ വല്ലാത്തൊരു മൂകത ആ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. മരങ്ങളിൽ നിന്നും അടർന്നു വീണ ഉണങ്ങിയ ഇലകൾ ആ കാവിനുള്ളിൽ ഒരു പരവതാനി പോലെ ചിതറിക്കിടപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ മാത്രം കേൾക്കുന്ന കരിയിലകളുടെ മർമ്മര ശബ്ദം ആ ഏകാന്തതയുടെ ആഴം കൂട്ടുന്നതായി അവൾക്ക് തോന്നി. ആ കാവിന്റെ ഒത്ത നടുവിലായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഏകയായി നിൽക്കുന്ന കാവിലമ്മയുടെ വിഗ്രഹം അവളുടെ കണ്ണിൽപ്പെട്ടു. കരിങ്കല്ലിൽ തീർത്ത ആ രൂപത്തിൽ കാലം അതിന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നു. വിഗ്രഹത്തിലാകെ പായൽ പിടിച്ച് പച്ച നിറം പടർന്നിട്ടുണ്ടെങ്കിലും ഒത്തിവെച്ചിരിക്കുന്ന ആ കണ്ണുകളിലെ ചൈതന്യത്തിന് മാത്രം മങ്ങലേറ്റിട്ടില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വേലിക്കപ്പുറം നിന്ന് അവഗണിക്കപ്പെട്ട ആ വിഗ്രഹത്തിന് നേർക്ക് നോക്കി കൈകൂപ്പി നിൽക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തത അവളിലേക്ക് ഒഴുകിയിറങ്ങി. കല്ലാട്ടെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും ഗൗരിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. ആ നിമിഷം കാലം 6 വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഒഴുകിയതുപോലെ അവൾക്ക് തോന്നി. ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തടവുകാരിയിൽ നിന്ന് അവൾ വീണ്ടും ആ പഴയ ഗൗരിയായി മാറി. ആരും കാണാതെ ഒരു കള്ളിയെപ്പോലെ അവൾ ഓടി വരാന്തയിലേക്ക് കയറി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ സ്വീകരണമുറിയിലെ പാതിചാരിയ ജനാൽപ്പാടികൾക്കിടയിലൂടെ ശ്വാസം അടക്കിപ്പിടിച്ച് പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നും ആദ്യം പുറത്തേക്കിറങ്ങിയ ആളെ കണ്ട് ശ്വാസം കഴിക്കാൻ പോലും മറന്നതുപോലെ അവൾ നിന്നു. ദേവേട്ടൻ. പക്ഷെ ആ പഴയ ദേവേട്ടനല്ല. അവരുടെ രൂപമാകെ മാറിയിരിക്കുന്നു. വശങ്ങളിലേക്ക് ഒതുക്കി പറ്റെ വെട്ടിയ മുടി, താഴേക്ക് നീട്ടി വളർത്തി അല്പം പിരിച്ചു വെച്ച മീശ. ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ഗാംഭീര്യവും കാർക്കശ്യവും ആ ശരീരഭാഷയിൽ തളം കെട്ടി നിൽക്കുന്നു.
പണ്ട് ആ മുഖത്ത് എപ്പോഴും കണ്ടിരുന്ന നിലാവ് പോലെ തോന്നിപ്പിക്കുന്ന സൗമ്യത എവിടെയോ മാഞ്ഞു പോയിരിക്കുന്നു. പകരം തീക്ഷ്ണമായ ഒരു കാഠിന്യം മാത്രം ബാക്കിയായിരിക്കുന്നു. കൂടെ വിലാസിനിയമ്മയുമുണ്ട്. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നടക്കാൻ പോലും പ്രയാസപ്പെടുന്നത് പോലെ മെല്ലെയാണ് നീങ്ങുന്നത്. ബാഗുകൾ വരാന്തയിലേക്ക് വെച്ച് ടാക്സിക്കാരന് കാശ് കൊടുത്തിട്ട് ദേവേട്ടൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. കരുതലോടെ അമ്മയുടെ കൈപിടിച്ച് പടികൾ കയറ്റുമ്പോൾ ആ കടുപ്പമുള്ള മുഖത്തും ഒരു മകന്റെ വാത്സല്യം മിന്നി മറയുന്നത് അവൾ കണ്ടു. കല്ലാട്ടെ വീടിന്റെ മുൻവാതിൽ തുറന്ന് അകത്തേക്ക് കയറും മുന്നേ ദേവന്റെ നോട്ടം ഇങ്ങോട്ടേക്ക് തിരിയുന്നത് കണ്ട് ഗൗരി നെഞ്ചടിപ്പോടെ ജനാലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞു. അല്പനേരം നെഞ്ചിൽ കൈവച്ച് നിന്ന് ശ്വാസത്തെ നിയന്ത്രിച്ചതിന് ശേഷം വീണ്ടും നോക്കുമ്പോൾ ആ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൾ പിന്തിരിഞ്ഞു. പിന്നീട് അടുക്കളയിൽ പാത്രങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും അവളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ അപ്പുറത്തെ പറമ്പിലായിരുന്നു. സ്നേഹിക്കാനുള്ള അവകാശം ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. എന്നിട്ടും മനസ്സിന്റെ ഒരു നൂലിഴ ഇപ്പോഴും അങ്ങോട്ടേക്ക് തന്നെ നീളുന്നു. ജയിലിന്റെ ഇരുളടഞ്ഞ മുറിയിൽ 6 വർഷത്തെ കനത്ത ഏകാന്തത തള്ളി നീക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കിടാതെ എരിഞ്ഞ ഒരേ ഒരു വിളക്ക് ദേവേട്ടനായിരുന്നു എന്ന സത്യം ഒരു വിങ്ങലോടെ അവൾ തിരിച്ചറിയുകയായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് ഇമോജി ആയിട്ടെങ്കിലും ഒരഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ട് പോകണേ. താങ്ക് യു.